വേദപുസ്തകം പൗലോസ്ലീഹ സഭയോട് വ്യക്തമായിട്ട് പറയുന്നു, കാലങ്ങളെയും സമയങ്ങളെയും പറ്റി ഇനി നിങ്ങളെ എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇരുട്ടത്തല്ല, നിങ്ങൾ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾ രാത്രിയുടെ സന്തതികളല്ല, നിങ്ങൾ പകലിന്റെ മക്കളാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ ഒരു സംശയം ചോദിക്കട്ടെ. അപ്പം യേശു വരുമ്പം നമുക്കതൊരു ഞെട്ടലായിരിക്കത്തില്ല അല്ലേ? ആയിരിക്കുമോ? ഇല്ലേ? യേശു വരുമ്പോൾ നമുക്കൊരു സർപ്രൈസ് ആകുന്ന ആരെങ്കിലും ഉണ്ടോ? യേശു വരുമ്പോൾ സർപ്രൈസ് ആകുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് കിട്ടിയത് അമ്മച്ചിക്കാണ്. കൊച്ചുമക്കളിങ്ങനെ ഈ ഉറുമ്പ് പുറകെ വരുന്നില്ലേ, അതുപോലെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പറന്നിറങ്ങി. അമ്മച്ചിക്ക് സർപ്രൈസിൻ്റെ ഘോഷയാത്രയായിരുന്നു. അമ്മച്ചി സർപ്രൈസായി. കാരണം എന്നാണെന്നറിയോ? വരുമെന്നറിയെങ്കിലും പ്രതീക്ഷിച്ചില്ലല്ലേ. പ്രതീക്ഷിക്കാതെ വരുന്നത് സർപ്രൈസ്. പക്ഷെ സഭയ്ക്ക് യേശുവിൻ്റെ വരെ സർപ്രൈസ് ആയിരിക്കുകയല്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരാ. അത് കണ്ടോ? എല്ലാവരും ആമേൻ പറഞ്ഞില്ല. കാരണം പ്രതീക്ഷയില്ലാത്തവരിനകത്തുണ്ട്. യേശുവിൻ്റെ വരവ് നമുക്ക് സർപ്രൈസ് ആയിരിക്കത്തില്ല. കാരണം നീ ഇരുട്ടിനകത്ത് ജീവിക്കുന്നവനല്ല, നീ വെളിച്ചത്തിൽ വസിക്കുന്നവനാ. ഇരുട്ടത്തിന് കിടക്കുന്നവന് ഇത് പേറ്റുനോവ് പോലിരിക്കും. അവന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവൻ തിന്നും കുടിച്ചും ആനന്ദിച്ചും ജീവിക്കാന്ന് പറയുമ്പോഴത്തേന് അവൻ ഈ വേദന കയറി അങ്ങോട്ട് വരും. വചനം വ്യക്തമായിട്ട് പറയുന്നത് രക്ഷപ്പെടത്തില്ല. പക്ഷെ സഭ രക്ഷപ്പെടും. നീ ഇരുട്ടിനകത്തല്ല, നീ വെളിച്ചത്തിൽ വസിക്കുന്നവനത്രേ.